ഞങ്ങൾ നാളെ നാട്ടിൽ പോവാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനെ കൂടെ ഒരു അടിപൊളി എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ നാളെ നാട്ടിൽ പോവാണ്. സോ അതിന് മുന്നോടിയായിട്ട് കുറച്ച് പാക്കിങ്ങും പിന്നെ വീട് ഒതുക്കുന്ന കുറച്ച് വിഷ്വൽസും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വ്ലോഗിൽ വന്നിട്ടുള്ളത്. പുറത്തെന്താ ഇതൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് സീസണൊക്കെ ആയത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞായിരുന്നു. നീ പറഞ്ഞോ? ആ ചെറി ബ്ലോസം കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ. അതും പിന്നെ ഈ ഒരു യെല്ലോ ആ ബുഷ് പോലത്തെ ചെടിയും എന്ത് രസമാണ് കാണാൻ. ഞങ്ങൾ നാട്ടിൽ വരുന്ന കാര്യം വീട്ടിൽ ആർക്കും അറിയില്ല. രണ്ട് വീട്ടിലും അറിയില്ല, എൻ്റെ വീട്ടിലും അറിയില്ല, ഇക്കാടെ വീട്ടിലും അറിയില്ല. അതെ അതെ, നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് നാട്ടിൽ പോകുന്നത്. നാളെ ഫ്രൈഡേ 29 മാർച്ചാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇവിടെ മ്യൂണിക്കിൽ നിന്ന് ഒമാൻ വഴി ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്. സോ ഞങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ. നീണ്ട ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. വീട്ടുകാരൊക്കെ കാണാൻ ഒരുപാട് സന്തോഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇക്കപ്പുറത്ത് ജോലിയാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. എന്നെക്കാളും സൂപ്പർ എക്സൈറ്റഡ് ഇതിരുവാണ്. അവനെ പിടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മിക്കവാറും ഇവിടെ നിന്ന് ചാടും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ആദ്യം റൂമൊക്കെ ചെറുതായിട്ട് ഓൾറെഡി ഞാൻ കുറച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലാസ്റ്റ് ഫൈനൽ ഒതുക്കലില്ലേ, അതുകൊണ്ട് പിന്നെ നമുക്ക് കിച്ചൺ സെറ്റ് ചെയ്യാം. അതാണ് അടുത്ത മെയിൻ പരിപാടി. കാരണം പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് സമ്മതിക്കൂല. എന്തോ ചെയ്യുന്നേ? നാട്ടിൽ കൊണ്ടുപോകാൻ മേടിച്ച് വെച്ച ടോയ്സ് എല്ലാം നീ ഇവിടെ എടുത്തു വെച്ചോ? ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പോകണം. വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പഞ്ചസാര, ഉപ്പ്, കർപ്പൂരം തൊട്ട് എല്ലാം ഞാൻ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തേയിലയും അതാകുമ്പോൾ കുഴപ്പമില്ല, ഇരിക്കും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഷെൽഫിൻ്റെ അകത്ത് ഈ സാട്ടയും അരിയെല്ലാം ഉണ്ട്. നമുക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ഉള്ളിയും വെജിറ്റബിളും തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്രൂട്ട്സ് പിന്നെ എതിർകൂട്ടനുള്ളതുകൊണ്ട് എന്തായാലും തീരും. ഫുൾ മെസ്സി ആയിരിക്കുകയാണ്. ഇപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഈ അരിയും ആട്ടയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നതൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട്, കാരണം തീരുമില്ല പോകുന്നതിൻ്റെ അന്ന്. സോ എല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെക്കാം. കമൺ. സോ നമ്മുടെ ആട്ടയൊക്കെ ഒരുപാട് ബാക്കി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് പ്രോപ്പർലി പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള തിരിച്ച് വയ്ക്കാം. അങ്ങനെ ബാക്കി വന്ന എല്ലാ പാക്കറ്റ്സും നല്ല രീതിയിൽ സീൽ ചെയ്ത് ആ ബോക്സും കൂടെ ഞാൻ സീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ആ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ബോക്സ് അങ്ങ് തിരിച്ചു വയ്ക്കാം. മെയിൻ ടാസ്ക്കാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യൽ. ഫ്രിഡ്ജ് ഓൾറെഡി അത്യാവശ്യം കാലിയായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ കൂടി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇനി ബാക്കിയുള്ളൂ. സോ ഇനി ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. ഫൈനലി നമ്മുടെ വെബ് ചെക്ക് ഇൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ ഞങ്ങൾ നാട്ടിൽ പോകാൻ. അങ്ങനെ നമ്മുടെ പാക്കിംഗ് പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഈ ഒരു പെട്ടിയും കൂടെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ നമുക്ക് വെയിറ്റ് കൂടെ നോക്കണം. എന്നിട്ട് പെട്ടി പ്രമാണം എടുത്തിട്ട് നാളെ ഞങ്ങൾക്ക് നാട്ടിൽ പോകണം. അല്ലേക്കാ? എന്തായാലും ഈ 2 പെട്ടി ഞങ്ങൾ ആദ്യമേ അങ്ങ് ലോക്ക് ചെയ്യാണ്. മെയിൻ നമ്മുടെ പെട്ടി. ബാക്കി ക്യാബിൻ ബാഗൊക്കെ രാവിലെ അങ്ങ് ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുത്താൽ മതി. സോ നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഒതുക്കാം. കാർട്ടൂൺ കാണാതെ തനിക്ക് വന്നിന്ന് പെട്ടി പാക്ക് ചെയ്തൂടെ? ഓക്കെ, ഇനി പെട്ടി തൂക്കിക്കോ. പൊട്ടല് 22 കിലോ ആയതേ ഉള്ളൂ. ഇനിയുണ്ട് വെയിറ്റ് എടുക്കാൻ. 22 ഉള്ളൂ. അങ്ങനെ ആവശ്യം ഒരു സെക്കൻഡ് പെട്ടി ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. പക്ഷെ നടന്നില്ല. ആ ഒരു വെയിങ് സ്കെയിലിന്റെ ഹോള് ഭയങ്കര കുഞ്ഞായതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റിക്ക് ഇട്ടിട്ട് വെയ് ചെയ്യുന്നത്. വിശ്വാസം പോരാത്തതുകൊണ്ട് നമ്മുടെ വെയിങ് മെഷീനിലും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, 0 ആണ്. കൈമാറ്റ്. 14.70. അങ്ങനെ വേഗം ശേഷം നമ്മുടെ അടുത്ത കല്ലപ്പരിപാടി റാപ്പിംഗ് ആണ്. പെട്ടെന്ന് റാപ്പ് ചെയ്തെടുക്കാം എല്ലാ പെട്ടി. ഫുൾ മെസ്സിയായി കിടക്കുകയാണ് വീട്. നമുക്ക് നാളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കേക്ക് റെഡിയാക്കി വെക്കാം. ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പുറത്തെ വീട്ടുകാരുടെ ഫോൺ വന്നുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുന്നത്. സോ കാണാം. നമ്മളൊരു തട്ടിക്കൂട്ട് ഓറഞ്ച് കേക്ക് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കട്ടെ. രാവിലെ നമുക്ക് പാക്ക് ചെയ്തിട്ട് വേണം എയർപോർട്ടിൽ പോകാൻ. ഇനി നമ്മുടെ അടുത്ത ടാസ്ക്കായ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. നമുക്കിനി പതിയെ ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതെന്താ വരാത്തത്?
അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് A1 ക്ലാസ്സിൽ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ഇനി സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് ഫ്രീസറും കൂടെ ക്ലീൻ ചെയ്ത് ഇന്നത്തെ പരിപാടി തീരും. ഓക്കേ, സോ തീർന്നു. അങ്ങനെ നമ്മുടെ ഫ്രീസറിൻ്റെ ഇതും ക്ലീൻ ചെയ്തിട്ടുണ്ട്. സൈഡിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കളയാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതോടെ വൈൻഡപ്പ് ചെയ്താൽ ഇന്നത്തെ പരിപാടി തരും. പിന്നെ വേസ്റ്റ് അല്ല മാത്രം മതി നമുക്ക്. അങ്ങനെ ഫൈനലി നമ്മുടെ റൂം ക്ലീനിങ് ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അവിടെ ഇനി കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കിച്ചൺ ഇപ്പോഴും മെസ്സിയാണ്. ലാസ്റ്റ് കുറച്ച് ഫൈനൽ ക്ലീനിങ് കിച്ചണിൽ ഇനിയും ബാക്കിയുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. അതിലത്തെ കുറേ ഷോർട്സ് നിങ്ങൾ കണ്ടാണ് നമ്മുടെ ക്ലീനിങ് പരിപാടികളും കുറച്ച് പാക്കിങ്ങും റാപ്പിങ്ങും എല്ലാം. സോ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇന്നാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഒരു ആപത്തും കൂടാതെ ഞങ്ങൾ നാട്ടിലെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ എന്താണ്, ഇനി കുറച്ച് ലാസ്റ്റ് ഒന്ന് കിച്ചൺ ഒന്ന് തൂത്ത് വേസ്റ്റൊക്കെ കളയേണ്ട പരിപാടികൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ കുറച്ച് കുക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ കുറേ സ്നാക്സും കാര്യങ്ങളും എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പെട്ടിയും പ്രമാണം എടുത്തിട്ടൊക്കെ നാട്ടിൽ പോയാൽ മതി. വേറെ ഒരു കലാപരിപാടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക് ഇന്ന് ഓഫീസിൽ പോകണം. നമ്മൾ എൻ്റെ മൊമെൻറ്റിൽ എന്തെങ്കിലും ഒരു പണി വരില്ല, അതുപോലെയാണ്. ഇക്കൊക്കെ ഇന്ന് ഓഫീസിൽ പോയി കൊടുത്തെങ്കിലും പറ്റൂ. അപ്പോൾ വന്നിട്ട് വേണം നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ. അതിന് മുന്നേ എല്ലാം ഒതുക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഹരിബറി ആയിപ്പോവും. സോ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് നാളത്തേക്ക് ഈ പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ മിസ് ചെയ്യും. ഇതായിരുന്നു എൻ്റെ സ്ഥിരം കാഴ്ച. ഇനി വരുന്ന വ്ളോഗുകളൊക്കെ നാട്ടിൽ നിന്നായിരിക്കും. അടിപൊളി വ്ളോഗ്സൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വേറെ എന്താണ് ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഞാൻ നേരത്തെ എണീച്ചു. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റ് എടുത്ത് കളഞ്ഞ് ബാക്കി ആ കുക്കിംഗ് കൂടെ തീർന്നാൽ ഫുൾ ഡൺ. ചക്ക എവറിത്തിങ് ഡൺ. സുബ അതുകൂടെ നമുക്ക് പെട്ടെന്ന് തീർത്താളെ. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ ഈ ഒരു കാഴ്ച മിസ് ചെയ്യും. എൻ്റെ എന്നത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു അത്. പോയിട്ട് വരുമ്പോൾ ഇവിടെ നല്ല കാടൊക്കെ ആയിരിക്കും. സമ്മറിലോട്ട് പോവല്ലേ. കമൺ നമുക്ക് പരിപാടികളൊക്കെ ചെയ്യാം. നമുക്ക് ഇതെടുത്ത് തിരിച്ച് റീസെറ്റ് ചെയ്യണം. ഇന്നലെ കഴുകി ഉണക്കി വെച്ചിട്ടാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് കളഞ്ഞിട്ടില്ല, എല്ലാം ഒരുമിച്ച് കളയാമെന്ന് വിചാരിച്ചു. വാ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ ഡൺ. അങ്ങനെ അതും തീർന്നു. ഇനി നമുക്ക് പെട്ടെന്ന് റാപ്പ് ചെയ്യാം. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ലാസ്റ്റ് എന്തെങ്കിലും കൂടെ ക്ലിപ്പിങ്സ് കൂടെ ആഡ് ചെയ്ത് ഈ വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്യാം. ഇന്നലെ പ്രിപ്പയർ ചെയ്ത് കേക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ട്. നമുക്കത് നേരത്തെ ടിഫിനിലാക്കി വയ്ക്കാം. എന്തായാലും നമ്മുടെ ലാസ്റ്റ് വേസ്റ്റഡ് ഇട്ട് തീർന്ന് നമ്മുടെ ഫൈനലി എല്ലാം തീരും. പിന്നെ ഷൂട്ട് തൊട്ടടുത്തുള്ളത് കൊണ്ട് വലിയ പണിയില്ല, കൊണ്ടങ്ങ് ഇട്ടാൽ മതി. ഇതൂടെ ആ സാരില്ല. ഇതിന് ലിഫ്റ്റ് കയറിപ്പോ. ഓക്കെ ഇനി ഷൂട്ട് ചെയ്തിട്ടോ. എടാ ലിഫ്റ്റിൽ പോകുന്ന എനിക്ക് സമയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടിയും പ്രമാണവും എല്ലാം എടുത്തിട്ട് നാട്ടിൽ പോവാണ്. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ട്രാവലിംഗ് വീഡിയോ ആയിരിക്കും. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.